അതെ, ഞാൻ പൂര നക്ഷത്രം. എന്താ ചോദിച്ചേ? പൂരത്തിൽ ജനിച്ചവര് പൂജാരിയാവുന്ന എന്റെ മുത്തശ്ശി പറയാറുള്ളത്. എടാ, ഞാൻ പൂജാരിയായിട്ട് പോയാലും നീയല്ലേ അവിടെ മണിയടിക്കുന്നത്. ഒന്ന് വാടാ, ജോലി നോക്കാം. ആ കിട്ടിയ സിദ്ധനെ വെച്ചിട്ടേ നമുക്ക് ഈ മാസത്തെ ചെലവ് നോക്കാം. ഞാൻ എന്താ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്? KFC ചിക്കൻ ഒന്നും അല്ലല്ലോ. ചൂടോടെ 4 ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞിട്ട് എങ്ങോട്ടാന്ന് വെച്ച പോക്കോ. അല്ല, സിദ്ധന്റെ കൂടെ സംസാരിച്ചൊക്കെ നീ മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്തില്ലേ? റെക്കോർഡിംഗ് ചെയ്താണല്ലോ ബ്രോ. അങ്ങനെയാണെങ്കിൽ ദൈവം അവരെ രക്ഷിക്കണ്ടേ? കഷ്ടപ്പാടിലില്ലാത്ത ദൈവം ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ? എടാ, നീ നുണ പറയില്ലേ? ഈ ഇന്റർവ്യൂലൊന്നും സിദ്ധനെ കാണുന്നില്ലല്ലോ. അയാൾ അവിടെ വെച്ച് കാണാതെ പോയല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കിയതാ, പക്ഷെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എടാ, മുന്നിലും പിന്നിലും എല്ലാം ഉണ്ടല്ലോ. നടുവിൽ സിദ്ധനുമായിട്ട് സംസാരിച്ച് മാത്രം കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാൾ ഒറിജിനൽ സിദ്ധൻ തന്നെയാണോ? അയാൾ ഒറിജിനൽ സിദ്ധനാണെങ്കിൽ അയാൾ പറഞ്ഞൊക്കെ ശരിയാ. എടാ, നീ കറക്റ്റാ പറഞ്ഞേ. നമ്മൾ ഫേമസ് ആവാനുള്ള സമയം വന്നു കഴിഞ്ഞു. അയാൾ പറഞ്ഞ ഗ്രാമത്തിൽ പോകുന്നു, അവിടെ നടക്കുന്നതല്ല ഷൂട്ട് ചെയ്യുന്നു. അതെല്ലാം ന്യൂസ് ചാനലിൽ നമ്മൾ കൊടുക്കുന്നു, എന്നിട്ട് ഫേമസ് ആവുന്നു. അല്ല, അയാൾ പറഞ്ഞ ഗ്രാമത്തിന്റെ പേരെന്താ? ചോദിച്ച നിനക്കറിയാത്തപ്പോ കൂടെ നിന്ന് എനിക്കെങ്ങനെ അറിയാനാടാ? 40 മൈൽ ദൂരത്തിൽ എവിടെയോ തെക്ക് ദിശയിലാണെന്നാ പറഞ്ഞേ. പട്ടി പട്ടി പട്ടി, ആണ്ടിപ്പട്ടി, വാടിപ്പട്ടി, വടക്കംപട്ടി. ആ, വടക്കംപട്ടി. കറക്റ്റ് ബ്രോ. ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സാർ. നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഒരുപാട് എംപ്റ്റി സ്പേസ് കണ്ടോ? ഇവിടെ ഒരുപാട് ലോഡ്ജ് പണിതിട്ട് ഭക്തർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാം. കാരണം മണി ഈസ് വാല്യുബിൾ. കണ്ടോ, ഇവിടെയാണ് അമ്പലത്തിന്റെ ഗോപുരം. ഈ ഭാഗത്ത് 2 കട കൂടി പണിയാം. ഭക്തരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാം. അങ്ങനെ അമ്പലത്തിലേക്കുള്ള വരുമാനവും കൂടിക്കോളും. എനിക്ക് അമ്പലത്തിന്റെ ലാഭം ഭയങ്കര പ്രധാനമാണ് സാർ. കാരണം മണി ഈസ് വെരി വാല്യുബിൾ. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ സാർ. കാറിലും ബൈക്കിലും വരുന്ന ഭക്തരുടെ ഇത് കാശ് മേടിച്ച് ലാഭം കൂട്ടാം. എനിക്ക് അമ്പലത്തിലെ കാശ് എപ്പോഴും വന്നോണ്ടിരിക്കണം സാർ. മണി ഈസ് വെരി വാല്യുബിൾ. പിന്നെ എന്താണ്? എനിക്കറിയാം സാർ, നിങ്ങൾക്ക് ആ പ്രൊജക്ട് നന്നിട്ട് ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എന്താ, അയ്യരോട് പറയാൻ പറ. ഒരു നല്ല ദിവസം നോക്കി ഭൂമി പൂജ ചെയ്യാലോ. എങ്ങനെയുണ്ട്? ഇല്ല മോനെ, അതൊന്നും വേണ്ട. എന്താ സാർ, പുറത്ത് 4 കട, ഉള്ളിൽ 4 കട, ബഡ്ജറ്റ് കൂടി പോകുന്ന വിചാരിച്ചാണോ? വേണ്ട, വിട്ടേക്കാം. മോനെ, ആ 3 കോടി പ്രൊജക്ട് എടുത്തേ. ഇത് ജസ്റ്റ് 3 കോടിയുള്ളൂ സാർ. ഞങ്ങൾ ഇതുവരെ ഇത്രയും കുറച്ച് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ 4 കടയൊന്നും വരില്ല, 2 കട ഉണ്ടാവുള്ളൂ. അമ്പലത്തിൽ ഒത്തിരി ലാഭം കിട്ടില്ല. അതുപോലെ പുറത്ത് ഒരേ ഒരു കടയേ വരുള്ളൂ. അത് ഓക്കെ അല്ലേ സാർ? അല്ല മോനെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ. സോറി സാർ, ഇതിൽ കുറച്ച് കോട്ട് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാനേ പറ്റില്ല. നിങ്ങൾ ഇതിൽ കുറച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്പലം വല്ല പട്ടികാട്ടിലും പണിയണം സാർ. മതി, നിർത്ത്. വായി തോന്നിയ പോലെ ഒന്നും പറയണ്ട. സോറി സാർ, പ്രോജക്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ. നിങ്ങൾ ക്ഷേത്ര നിർമ്മാണം ഒരു പ്രോജക്റ്റ് ആയിട്ടാ കാണുന്നത്. പക്ഷെ എന്റെ അച്ഛൻ അതൊരു പുണ്യപ്രവൃത്തിയാണ്. പുറത്ത് കട പണിയാം, അകത്ത് ഹോട്ടൽ പണിയാന്ന് പറയുന്ന നിങ്ങൾക്ക് ക്ഷേത്ര നിർമ്മാണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ ഇത് ഇഷ്ടമാവാത്തെ. എന്റെ അച്ഛൻ ഇത് പേരിന് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയല്ല കെട്ടുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലും ബഹുമാനമില്ല, ഞങ്ങളുടെ ദൈവത്തിനും ബഹുമാനമില്ല. നിങ്ങൾക്ക് പോകാം. ഒരു മിനിറ്റ് നിൽക്ക്. പഴയ കാലത്തെ ക്ഷേത്രങ്ങളൊന്നും നിങ്ങളെപ്പോലെ എഞ്ചിനീയേഴ്സ് പണിതല്ല. ഞങ്ങൾക്ക് എങ്ങനെ പണിയണമെന്ന് അറിയാം. നിങ്ങൾ പൊക്കോ. നമ്മളെപ്പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ അഹങ്കാരത്തിൽ സംസാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അതൊന്നുമില്ല മോളെ, ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാ നീയും പറഞ്ഞത്. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഒരുപാട് കാശുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചില്ലി കാശ് പോലും ഇല്ലല്ലോ. ഒന്നും മിണ്ടാതെ വായടച്ച് പാടാ. എല്ലാം വാതിൽ തുറന്ന് നിന്റെ കയ്യിലേക്ക് വരുമോ? ആഹോരിയെ കണ്ടതിന് ശേഷം നിറയെ മാണിക്കും പിളവളാ മിന്നുന്ന തങ്കവും കൈ നിറയെ കാശും കിട്ടും. എന്റെ മോനെ. അമ്മേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ വേറെ എന്താടാ ചോദിക്കണ്ടേ? കൈ നിറയെ കാശും കയ്യിൽ നിറയെ മാണിയും കഴുത്തിൽ നല്ല നെക്ലസും പല പല കളറിലുള്ള പട്ടുസാരിയും. ഇതൊന്നും അല്ലാണ്ട് അമ്മക്ക് എന്താണ് ആവശ്യമുള്ളത്? അത് തന്നെ മോനെ. നിങ്ങൾ ചോദിച്ചതെല്ലാം ലഭിക്കും. എടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചാ കിട്ടൂന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. എന്റെ ദേവി, കൈ നിറയെ കാശും കിട്ടിയല്ലോ. എനിക്ക് വയ്യ. എഴുന്നേക്ക് ചേച്ചി. എന്താ ചേച്ചി, എപ്പോഴത്തെ പോലെ സ്വപ്നം കണ്ടതാണോ? ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ വിശ്വസിക്കുന്നു, ഞങ്ങളാണെങ്കിൽ ചേച്ചിയെ വിശ്വസിക്കുന്നു. ഈ വിശ്വസിച്ചോണ്ടിരുന്നിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. വേറെ എന്തെങ്കിലും വഴി. ഇങ്ങനെ വിശ്വാസമില്ലാതെ പറയലടി. ആഹോരിയുടെ തപസ് ഒന്ന് കഴിഞ്ഞോട്ടെ, നാളെ കാണാം നമുക്ക്. എന്നിട്ട് പങ്കും ചോദിച്ചോണ്ട് വരരുത്.
അയ്യോ എന്റെ മോൻ തപസ്സിലാണല്ലേ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടാമാണല്ലോ ദേവി. ഒന്ന് മിണ്ടാതിരിക്ക്, മിണ്ടാതിരിക്ക്, അടങ്ങിയിരിക്ക്. ചോദിക്ക്. വെറുതെ നിൽക്കാൻ ചോദിക്ക്. തപസ് കഴിഞ്ഞ് ഉടനെ ചോദിക്കണം. കാലക്കേയാ ചോദിക്കേച്ചി ചോദിക്ക് ചേച്ചി. നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചത് കൺമുൻപിൽ വരും. പറ്റിയ എടുത്തോ. എന്റെ ദേവി, അയ്യോ സ്വർണം എന്തൊക്കെയാണ് ഈ കാണുന്നെ? സ്വർണ്ണവും മറ്റുള്ള കാശും. അയ്യോ, മുഴുവൻ സ്വർണ്ണവും എനിക്കത് പണമാണ്. വിശ്വസിക്കാനേ കഴിയുന്നില്ലല്ലോ എന്റെ ദേവി. ഞാൻ കുറച്ചെടുത്തോട്ടെ. അയ്യോ, പോയല്ലോ. അയ്യോ പണമെല്ലാം പോയല്ലോ. കാണിക്കുന്ന സ്വപ്നം കണ്ട പോലെ എല്ലാം പോയല്ലോ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇതാണമ്മേ. ആഗ്രഹിച്ച് കൺമുന്നിൽ വരും എന്നല്ലാതെ കയ്യിൽ വരില്ല. കാണാം, പക്ഷെ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് നീ ഈ തപസ്സെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്? അത് തന്നെ, ചോറ് കണ്ട വിശപ്പ് മാറുവോ? കഴിച്ചാലല്ലേ മാറുവോ? നമ്മൾ കണ്ട സ്വപ്നത്തിന് ബലമില്ലേ? എന്തുകൊണ്ടില്ല? 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവും. ഒന്നല്ല, 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ചിത്തിര, തിരുവോണം, അവിട്ടം, വിശാഖം. ഈ 9 നക്ഷത്രത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ ബലി കൊടുത്താൽ എല്ലാം കൈക്കുള്ളിൽ വരും, എല്ലാം ലഭിക്കും. അങ്ങനെയാണോടാ? എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ പൂന്തോട്ടത്തിൽ പൂ പറിക്കുന്ന പോലെ സാധാരണ കാര്യമല്ല. തീയില് കൈവെക്കുന്ന പോലെ ആപത്തായ കാര്യമാണ്. ചെറിയ തെറ്റ് സംഭവിച്ചാൽ എന്റെ തല തന്നെ ഇല്ലാതാവും. 9 നക്ഷത്രത്തിലെ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടണം. എന്താ കിട്ടൂലേ? നോക്കി. ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ആരാ? ഞാൻ നാഗിനി. ശരി, ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ എല്ലാവരും ഓടിച്ചു വിട്ടതാ. വഴി അറിയാതെ ഇവിടെ വന്നു. എനിക്ക് എവിടെ പോണെന്ന് അറിയില്ല. ഞാൻ നിന്നെ നോക്കാം. എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ശരി, വാ. ആരാ മോളെ ഇത്? അറിയില്ല അച്ഛാ. ആരെങ്കിലും വരുമ്പോ പൊക്കോട്ടേന്ന് കരുതി അങ്ങനെ വിളിച്ചോണ്ട് വന്ന അച്ഛാ. ആ, നല്ല കാര്യം ചെയ്തേ. പാവ ഇവിടെ നിന്നോട്ടെ. ചിലപ്പോ ഈശ്വരനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും. നീ എന്തെങ്കിലും കഴിച്ചോ മോളെ? ബിസ്ക്കറ്റോ മറ്റോ? അച്ഛനല്ലേ ചോദിക്കുന്നേ, കുറച്ച് പാലെങ്കിലും കുടിക്കേ. ഞാൻ അവൾക്ക് പാല് കൊണ്ടുവരാ അച്ഛാ. ശരി മോളെ. ഇതാ പാല്, ചൂടാണ്, സൂക്ഷിച്ചുകൂടി. മോനെ നീയോ? ഓ നന്നായി. നിങ്ങൾക്കെങ്കിലും എന്നെ ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് വർഷങ്ങളായില്ലേ. ഈ നാട്ടുകാരെ പോലെ നിങ്ങളും എന്നെ മറന്നു കാണുമെന്ന് വിചാരിച്ചു. എടാ, നീ എന്റെ ചോരയാടാ. നിന്റെ നേരിൽ കാണുമ്പോ എന്റെ അനിയനാന്ന് ഞാൻ പറയും. ഭവാനി, ഇത് നിന്റെ ചിറ്റപ്പനാ മോളെ. നമസ്കാരം. ചെറിയ പ്രായത്തില് കാണാതെ പോയതാ. കാണാതെ പോയെന്ന് വെറുതെ പറയുന്നതാ. ഞാൻ
ദേഷ്യം കൊണ്ട് ഓടിപ്പോയതാ. എടാ അന്ന് നടന്നത് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. എടുക്കടാ. ആ എന്തടാ അവൻ തനിച്ചാ? വാടാ പോയി നോക്കാം. എന്താടാ നീ തനിയെ നിക്കുന്നേ? വാടാ പമ്പരം കളിക്കാം. ഞാൻ വരുന്നില്ല. എന്താടാ? ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. മുണ്ട ആരാടാ? മുണ്ട എന്റെ ദൈവമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും തരും. നല്ല പമ്പരം ചോദിച്ചു തരുവോടാ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവോ? വാ പോകാം. വാടാ, പോവാം. ഞാൻ പറയുന്നത് വരെ ആരും കണ്ണു തുറക്കരുത്. തുരിയാ ആ, എന്നടാ ചെയ്യുന്നേ? ഞാൻ എല്ലാവരെയും മുണ്ടയുടെ അടുത്ത് കൊണ്ടുപോവാ. ആരാ മുണ്ട ചോദിച്ചില്ലേ? പറയടാ, ആരാ മുണ്ട? തന്റെ മോൻ ചെയ്യുന്ന വലിയ തെറ്റാടോ. ആഗോരികളുടെ കൂടെ ചെറുക്കൻ കറങ്ങി നടക്കുന്നൊക്കെ. പള്ളിക്കൂടത്തിലും പോവാറില്ല, പഠിക്കാറുമില്ല. അവനെ വിളിച്ച് കാര്യം പറയാൻ നോക്കുതാൻ. ചേട്ടാ ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. സത്യം പറഞ്ഞത്, ദുര്യ അവിടെ കെട്ടിയിട്ടേക്കോ ചേട്ടാ. എന്റെ അടുത്ത് കളി എടുക്കുന്നോ? നിനക്ക് എന്റെ വീട്ടിൽ ഇനി സ്ഥാനമില്ലടാ. എങ്ങോട്ടെങ്കിലും പോടാ. എനിക്ക് കാര്യം വേണ്ട. ഞാൻ മുണ്ടയുടെ അടുത്ത് പോവാ. തുരിയാ അനിയാടോ പോലടോ. എടാ ദുരിയ, നിനക്ക് ഇത്രയും നാളൊക്കെ ആയിട്ട് സമ്പാദ്യം വലുതൊക്കെ ഉണ്ടോടാ? അത് ചോദിക്കാനാ ഞാൻ വന്നത്. ഇത്രയും സ്വത്തൊക്കെ കയ്യിലില്ലേ? 4-5 കുട്ടികളെ വളർത്താമല്ലോ. എടാ ചേച്ചി രണ്ടാമത്തെ പ്രസവത്തിന് ആശുപത്രി പോകുമ്പോഴേ എന്റെ കൺമുന്നിൽ വെച്ചാടാ അവള് മരിച്ചത്. അപ്പൊ എനിക്ക് ജീവിതം തന്നെ വെറുത്തുപോയി. രണ്ടാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയല്ലേ? അതേടാ.